ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് തൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈശോ ഈ നോമ്പിൻ്റെ ഈ ദിനത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തില് ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് തന്നെയാണ്. 3-ാമത്തെ പരീക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. 3-ാമത്തെ പരീക്ഷണത്തില് നമ്മൾ കാണുന്നുണ്ട്, ഒരു ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഈശോയോട് പിശാച് പറയുകയാണ്, ഇവിടെ നിന്ന് താഴേക്ക് ചാടുക എന്ന്. ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന്. അതിനെയും ഈശോനാഥൻ വചനം കൊണ്ട് വിജയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കാണുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് വചനമുച്ചരിച്ചുകൊണ്ട് ഈശോനാഥൻ ആ പ്രലോഭനത്തെയും അതിജീവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തിയിൽ ആശ്രയിക്കുവാനായിട്ട് ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രലോഭനത്തിലൂടെ ഈശോയോട് പിശാച് പറയുകയാണ്. സ്വന്തം കഴിവ് കാണിക്കുവാനായിട്ട്, പ്രദർശിപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു പ്രലോഭനമാണിത്. നമ്മുടെ സ്വന്തം കഴിവിനെയും സ്വന്തം ശക്തിയെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും. വേണ്ടത്ര പ്രാർത്ഥനയില്ലാതെ, ദൈവാനുഭവമില്ലാതെ, ദൈവാനുഗ്രഹമില്ലാതെ പലരും ജീവിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? എന്തിനാ നോമ്പെടുക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് സ്വന്തം കഴിവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. എനിക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട് എന്നൊക്കെ കരുതി ജീവിക്കുന്നവര്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലരോട് ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് പറയുമ്പോൾ, അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ചില സ്വഭാവ രീതികൾ മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെ പല വിധത്തില് മനുഷ്യൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം അധികാരത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെയൊക്കെ നമ്മൾ കാണുവാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊരു പ്രലോഭനമാണ്. പിശാച് നിനക്ക് നൽകുന്ന വലിയൊരു പ്രലോഭനമാണ് നിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് എന്ന് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ, ദൈവ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിറയാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇല്ല എങ്കിൽ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ ഇടറിപ്പോകും. ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ സ്വന്തം കഴിവിലും ശക്തിയിലും ആശ്രയിക്കുവാനുള്ള പ്രലോഭനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിൽ എതിരിടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ, എല്ലാ കെട്ടുകളും അഴിക്കണമേ, എല്ലാ അസ്വസ്ഥതകളും അഴിക്കണമേ, എല്ലാ ദുർശക്തികളെയും അഴിക്കണമേ. പാപപ്രലോഭനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ഈശോയെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ, എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ, എല്ലാ ദുർശക്തികളും വിട്ടുമാറട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ ആരാധന. ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.